ഓം നമ ശിവായ. നാം ഇന്ന് പറയുന്നത് വാസ്തു ജ്യോതിഷത്തിനെ കുറിച്ചാണ്. നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ നാം അറിയാതെ വളരെയധികം പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വരുന്നുണ്ട്. അത് നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന നാം നട്ടുപിടിപ്പിച്ചതും അല്ലാത്തതുമായ വൃക്ഷങ്ങളിലൂടെയും ആയിരിക്കും. എന്നാൽ അത് ഏതെല്ലാം വൃക്ഷങ്ങളാണ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളത്, ഏതെല്ലാം വൃക്ഷങ്ങളാണ് നമ്മൾക്ക് ദോഷങ്ങൾ പരത്തുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് വരാവുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും എന്തെല്ലാമാണ്, നന്മകളും തിന്മകളും എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അരയാൽ വെച്ച് പിടിപ്പിക്കരുത്. കാരണം അത് വീടിന് അഗ്നിബാധയുണ്ടാക്കും. വീടിൻ്റെ തെക്ക് ഭാഗത്ത് പേരാൾ അല്ലെങ്കിൽ അത്തിമരം വെച്ച് പിടിപ്പിക്കരുത്. അത്തിമരം വെച്ച് പിടിപ്പിച്ചെന്നാൽ അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചിത്തഭ്രമം ഉണ്ടാക്കുന്ന. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പേരാൾ വെച്ച് പിടിപ്പിക്കരുത്. പിടിപ്പിച്ചെന്നാൽ അത് നമ്മൾക്ക് ശത്രുക്കൾ വളരെയധികം ഉണ്ടാക്കും സാഹചര്യമുണ്ട്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് അത്തിമരം വെച്ച് പിടിപ്പിക്കരുത്. നമ്മൾക്ക് ഉദരവ്യാധികൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതുപോലുള്ള വൃക്ഷങ്ങളൊന്നും തന്നെ വെച്ച് പിടിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. എന്നാൽ കള്ളിമുൾ ചെടി വീടിൻ്റെ പരിസരങ്ങളിൽ വളർന്നു വരികയോ വെച്ച് പിടിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം അത് മരുഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളാണ്. അതൊരിക്കലും വീടിൻ്റെ പരിസരങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾക്ക് ദോഷകരമാണ്. എന്നാൽ നമ്മൾ ഓരോ രൂപ നൽകി ഷെയ്പ്പ് ഒപ്പിച്ച് വെക്കുന്ന ബുഷ് ചെടികളുണ്ട്. ആ ചെടികൾ ഒരിക്കലും വീടിന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ റൗണ്ടായിട്ടും ചതുരാകൃതിയിലും ഓരോ രൂപങ്ങളിലുമെല്ലാം തന്നെ വെച്ച് പിടിപ്പിക്കുന്നത്. അതൊരിക്കലും നമ്മളുടെ വീടിന് അനുകൂലമായിരിക്കില്ല. കാരണം പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. എല്ലാ വസ്തുക്കളെയും പ്രകൃതി ഒരുപോലെയാണ് പരിപാലിക്കുന്നത്. അത് എല്ലാവർക്കും വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെ ഒരിക്കലും ദോഷം ചെയ്യരുത്. കാരണം അത് വെട്ടി ഷെയ്പ്പാക്കുമ്പോൾ അത് വളരേണ്ടതായിട്ടുള്ള എല്ലാ ഊർജവും സ്രോതസ്സും അവിടെ നശിച്ചു പോയിട്ട് അവർ നമ്മളെ ശപിക്കുകയോ നമ്മൾക്ക് ദോഷങ്ങൾ സംഭവിക്കുകയോ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കരുത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഏതെല്ലാം വൃക്ഷങ്ങളാണ് വീടിൻ്റെ പരിസരങ്ങളിൽ നട്ട് പിടിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഇലഞ്ഞി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇത്തി വീടിൻ്റെ തെക്ക് ഭാഗത്തും, ഇത്തിയും പുളിമരവും വീടിൻ്റെ തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേഴിലമ്പാലയും അരയാലും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇത്തിയും അതുപോലെ തന്നെ മാവും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ വീടിന് ഐശ്വര്യവും ശ്രേയസ്സും സൗഭാഗ്യവും എല്ലാം തന്നെ നമ്മൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സമ്പൽ സമൃദ്ധവും അഥവാ പ്രശസ്തിയും കീർത്തിയും പ്രതാപവും സമ്പത്തും വളരെയധികം ബഹുമതികളും എല്ലാം തന്നെ നൽകുന്നതായ, രാജ്യം തന്നെ ഒരുപക്ഷെ ആദരിക്കുന്നതുമായ പ്രതിഭാശാലികളായ പുത്രന്മാരെ നമ്മൾക്ക് നൽകുവാൻ അതുകൊണ്ട് സാധിക്കും. അത് നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നിസ്സാരമായി കളയുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വീടിൻ്റെ ചെറിയ എല്ലാ മേഖലകളിലും നമ്മൾ കാണാം ഫലമുള്ള വൃക്ഷങ്ങളുണ്ട്, ഫലമില്ലാത്ത വൃക്ഷങ്ങളും വീടിന് ചുറ്റുപാടുകളുമുണ്ട്. ആ വൃക്ഷങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ വീടിന് ചുറ്റുപാടും നട്ടുപിടിപ്പിക്കേണ്ടത്.
ഒരു കാരണവശാലും തെക്ക് കിഴക്കായിട്ട് പ്ലാവും ആഞ്ഞിലിയും വെച്ച് പിടിപ്പിക്കരുത്. കാരണം അത് കാതലായി കഴിയുമ്പോൾ അതിന് ഫലങ്ങൾ ഉണ്ടാകും. ആ ഫലങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ദുഃഖങ്ങൾ വീടിനുണ്ടാകും. അതുപോലെ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ എന്താണ്? കമുക് വെച്ച് പിടിപ്പിക്കുക വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. അത് ശ്രേയസ്കരമാണ്. വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കുക. അതും നമ്മൾക്ക് ശ്രേയസ്കരമാണ്. വീടിൻ്റെ വടക്ക് ഭാഗത്ത് മാവ് വെച്ച് പിടിപ്പിക്കുക. അത് നല്ലതാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ കൂടാതെ വീടിൻ്റെ ഉയരത്തിന് മേളിലായിട്ട് ഒരു വൃക്ഷങ്ങളും വളരുവാൻ അനുവദിക്കരുത്. കാരണം ആ വൃക്ഷങ്ങൾ പറയുന്നത് നിസ്സാര വൃക്ഷങ്ങളെന്നാണ് നമ്മൾ വാസ്തുവിലൂടെ പറയുന്നത്. ആ നിസ്സാര വൃക്ഷങ്ങളെന്ന് പറയുന്നത് മുരിങ്ങ, മുരിക്ക് തുടങ്ങിയിട്ടുള്ള കാതലില്ലാത്ത വൃക്ഷങ്ങളാണ്. അവ നമ്മൾക്ക് വളരെയധികം ദോഷങ്ങൾ വീടിന് ഉണ്ടാക്കും. അതുകൊണ്ട് അതുപോലുള്ള വൃക്ഷങ്ങൾ വീടിൻ്റെ ഉയരം കഴിഞ്ഞിട്ട് വളർന്നു പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ വീടിൻ്റെ പരിസരങ്ങളിൽ വരാവുന്ന നടാൻ പറ്റുന്ന വൃക്ഷങ്ങൾ ഏതെല്ലാമാണ്? അതിൽ നെല്ലി നമ്മൾക്ക് വീടിൻ്റെ ചുറ്റുപാട് നടാം. അതുപോലെ തന്നെ നമ്മൾക്ക് ദേവദാരം അത് നടാം. അശോകം, ചെമ്പകം, കൂവളം, കടുക്ക ഇതെല്ലാം തന്നെ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും നമ്മൾക്ക് നട്ടുപിടിപ്പിക്കാം. കാരണം അവയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. ആയുർവേദ വിധിപ്രകാരം അതിന് ഔഷധ ഗുണമുള്ളതാണ്. ആ ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും വളർന്നു വരുമ്പോൾ വീടിൻ്റെ ചുറ്റുപാടും ശുദ്ധവായു പ്രസരിക്കുകയും വീട്ടിലുള്ളവർക്ക് വളരെയധികം അസുഖങ്ങൾ മാറുകയും ആരോഗ്യം ഉണ്ടാകുകയും ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി വീടിൻ്റെ ചുറ്റുപാടും നടുവാൻ പാടില്ലാത്തതായിട്ടുള്ള വൃക്ഷങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വീടിൻ്റെ പരിസരത്ത് നടാം. കാരണം എന്താണ്? അതിന് വളരെയധികം ആയുർവേദ വിധിപ്രകാരമുള്ള വളരെയധികം ഗുണങ്ങളുണ്ട്. ആ ആയുർവേദ വിധിപ്രകാരമുള്ള ഔഷധ ഗുണമുള്ളത് കൊണ്ട് ആ ഔഷധ ഗുണം വീടിൻ്റെ ചുറ്റുപാടും പ്രസരിക്കുകയും വീടിലുള്ളവർക്കും പോസിറ്റീവ് എനർജി വരികയും നെഗറ്റീവ് എനർജി മാറുകയും വീട്ടിലുള്ളവർക്ക് പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിക്കുകയും അസുഖങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി നമ്മൾക്കുണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല, വിപത്തുകൾ ഉണ്ടാകുന്നില്ല. നമ്മൾക്ക് കടങ്ങളിൽ നിന്നും എല്ലാം തന്നെ നമ്മൾക്ക് മോചനം ലഭിക്കും, മുക്തി നമുക്ക് ലഭിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ താന്നി, കള്ളിപ്പാല, കറിവേപ്പ് തുടങ്ങിയ സസ്യങ്ങൾ വീടിൻ്റെ ഒരു ഭാഗത്തും വെച്ച് പിടിപ്പിക്കുവാൻ പാടില്ല. കാഞ്ഞിരം തുടങ്ങിയുള്ള വൃക്ഷങ്ങൾ വീടിൻ്റെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കരുത്. കാരണം അതിന് ഔഷധ ഗുണമുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ വേരുകളെല്ലാം തന്നെ ചില ഭാഗങ്ങളിലേക്ക് പോകുന്ന വേരുകൾ വളരെയധികം വിഷാംശമുള്ളതാണ്. ആ വിഷാംശം നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും പരത്തുകയും വീടിൻ്റെ അന്തരീക്ഷവായു മലിനമാകുകയും നമ്മൾക്കറിയാതെ നമ്മൾക്ക് തീരാവ്യാധികൾ, രോഗങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മാത്രമല്ല നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുമായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകാം. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് യാതൊരു കാരണവശാലും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇതിന് കൂടാതെ മുരിങ്ങ ഒരിക്കലും നമ്മളുടെ വീടിൻ്റെ ഒരു ദണ്ട് അകലത്തിൽ വെക്കരുത്. കാരണം എന്താണ്? അതുകൊണ്ട് നമ്മളെ കടക്കിണിയിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി,
നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നല്ല പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.